സതീശൻ മുഖ്യമന്ത്രി എന്ന കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നു. റിപ്പോർട്ടർ കേരളം നയിക്കും, സതീശൻ നയിക്കും. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി മധുരം പകരും കരമോ നീ എന്നും, ജനമാമി നദിയിൽ വീണൊഴുകി നീ എന്നും. ഇടത് പലതുണ്ട് മുന്നിൽ നീയുണ്ട്, പൊരുതി നേടുന്ന കനവിൽ നീയുണ്ട്, കഠിന വഴികളിൽ കരുതലുമുണ്ട്. വലിയൊരു ആശ്വാസമായി പോയിട്ടോ. 11 ദിവസമായി ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ വാർഡിൽ കയറ്റിയിട്ട് 11 ദിവസമായി. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഇന്നാണ് അറിഞ്ഞത്. കുട്ടി ആൺകുട്ടി തന്നെയാണ്. എന്തായാലും സിസേറിയൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഈ കഴിഞ്ഞ 11 ദിവസവും ആ അമ്മ അനുഭവിച്ചൊരു വേദനയുണ്ട്. അത് പുറത്തു പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം വേദനയായിരുന്നു. ഈ കുട്ടി ആണാണോ പെണ്ണാണോ, അമ്മ രക്ഷപ്പെടുമോ കുട്ടി രക്ഷപ്പെടുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ ഇന്ന് എന്തായാലും ഒരു ശുഭവാർത്ത വന്നിരിക്കുന്നു. കുട്ടി ആൺകുട്ടി തന്നെയാണ്. എന്തായാലും അമ്മയ്ക്കും കുട്ടിയും സുഖമായിരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് എന്ന ഈ വലിയ ദേശീയ പ്രസ്ഥാനം കാണിച്ചു കൂട്ടിയ കോപ്രായത്തെ പറ്റി തന്നെയാണ് കേട്ടോ. ഇതായിരുന്നു സംഭവിക്കാൻ പോണതെങ്കിൽ എന്തിനാണ് ഇത്രയും വെച്ച് താമസിച്ചത്? നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. വി.ഡി. സതീശനാണ് ഈ പട നയിച്ചത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാം. എന്തിന് ഇടതുപക്ഷത്തിന് പോലും അതറിയാമായിരുന്നു. തങ്ങൾ നേരിട്ടത് ഒരേ ഒരു ശത്രുവിനെയാണ്, വി.ഡി. സതീശൻ എന്ന ശത്രുവിനെയാണ്, UDF-നെ പോലും അല്ലായിരുന്നു എന്ന് അവർക്ക് വളരെ നിശ്ചയമായിരുന്നു. അതിസൂത്രശാലിയായ വളരെ പ്ലാനോടുകൂടി എവിടെ എത്ര എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാലാണ് തങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ ഒരേ ഒരു നേതാവേ UDF ഉണ്ടായിരുന്നുള്ളൂ. അത് വി.ഡി. സതീശനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പറഞ്ഞതെല്ലാം മച്ചട്ട് പോലെ സംഭവിച്ചതാണ്. റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് 100-ൽ പരം സീറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞു. 1 ഡസനിലേറെ മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞു. 5 ജില്ലകൾ പരിപൂർണമായും തൂത്തുവാരെന്നൊക്കെ പറയണമെങ്കിൽ അതിനൊരു അസാമാന്യമായ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തണം, ഒരു പ്ലാൻ ചെയ്തിരിക്കണം, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ പഠിച്ചിരിക്കണം. അതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും ചെയ്തത്. അല്ലാതെ അസംബ്ലിയിലിരുന്ന് LDF-നെ എതിർക്കുകയായിരുന്നില്ല. എന്താണ് LDF-ന്റെ വീക്ക്നെസ് എന്ന് കണ്ടുപിടിച്ചു, അതിനെ അതിസമർത്ഥമായി നേരിട്ടു. എന്ത് ചെയ്താലാണ് UDF-ന് തിരിച്ചു വരാൻ പറ്റുക എന്നുള്ളത് സതീശൻ എന്ന അതിസമർത്ഥനായി. സതീശനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി വരാൻ പോകുന്ന നാളുകളും LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരിക്കും. ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു കാലഘട്ടമൊന്നും അല്ല കേട്ടോ മുന്നിലുള്ളത്. ഒരുപാട് കമ്മിറ്റ്മെൻ്റാണ് ഈ കേരള ജനതയോട് കൊടുത്തിട്ടുള്ളത്. ആവേശത്തിലോ അല്ലെങ്കിൽ അതിമോഹത്തിലോ അല്ലെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നുള്ള ദുരാഗ്രഹം കൊണ്ടോ ഒക്കെ പറഞ്ഞു പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. കാരണം ജനങ്ങളുടെ മുമ്പ്, കേരളത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു വെച്ചൊരു വാഗ്ദാനമുണ്ട്. വളരെ പാവപ്പെട്ട ആശാവർക്കന്മാരുടെ സമരപ്പന്തലിൽ പോയി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ കാര്യം തീരുമാനമാകും, 21,000 രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം പാലിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അങ്ങനെ പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് എവിടുന്ന് കണ്ടെത്തും എന്ന് കണ്ടറിയണം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വലിയ വലിയ കമ്മിറ്റ്മെൻറ്റുകളാണ്, ഈ ഗ്യാരണ്ടികളാണ് UDF കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതെല്ലാം ഈ അതിസാമർത്ഥ്യക്കാരനായ അതിസൂത്രശാലിയായ സതീശൻ നടപ്പിലാക്കി കാണിക്കേണ്ടി വരും. കാരണം ആ പാർട്ടിക്കകത്ത് നിന്ന് എത്രമാത്രം പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നറിയില്ല. കാരണം 2 പേരെയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത്. അത് 2 പേരും പ്രഗത്ഭരാണ്. ഒരാൾ ഒരല്പം പാവമാണെന്ന് കാണാം, എന്ന മറ്റേയാൾ അതിവിളവനാണ്. അദ്ദേഹത്തിന് പരി അങ്ങാടിയിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം തർക്കമാണെങ്കിലും അദ്ദേഹം പതിയിരിക്കുകയാണ് എന്നുള്ള കാര്യം വി.ഡി. സതീശൻ മറക്കണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം നേരിടാൻ പോകുന്ന LDF-ൽ നിന്നുള്ള വെല്ലുവിളികളോടൊപ്പം തന്നെ അതേ പാർട്ടിയിൽ നിന്ന് വെല്ലുവിളികളും കൂടിയായിരിക്കും എന്നുള്ളത് ഈ അമിതാവേശം വെച്ച് ഇന്ന് തുളുമ്പുന്ന അണികളും അല്ലെങ്കിൽ ആരാധക വൃന്ദവും മനസ്സിലാക്കുന്നതല്ലാണ്. ഈ ആനന്ദ നൃത്തം എത്ര കാലം ഈ ആരാധക വൃന്ദത്തിന് നടത്താൻ കഴിയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഗവൺമെൻറ് മെഷീനറി ചലിക്കേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെയാണ് സാമർഥ്യം കാണിക്കേണ്ടി വരിക, അവിടെയാണ് സതീശൻ്റെ കഴിവ് കാണിക്കേണ്ടി വരിക. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പിണങ്ങിപ്പോയിട്ടുണ്ട്,
ഇന്ന് പാർലമെന്ററി മീറ്റിംഗിൽ പോലും പങ്കെടുക്കാതെ അദ്ദേഹം ഗുരുവായൂർക്ക് എവിടേക്കോ പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ പാവമായതുകൊണ്ട് ഒരുപക്ഷെ വെല്ലുവിളികൾ ഉയർത്തുമോ എന്നറിയില്ല. പക്ഷെ ഒരുപക്ഷെ അതൊരു മനോവേദനയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് വളരെ സീനിയറായ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ 10 ദിവസമായി അനാവശ്യമായി ആ മനുഷ്യനെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ആവശ്യമുണ്ടായിരുന്നു. ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ? മെജോറിറ്റി കിട്ടിയപ്പോഴെങ്കിലും പറയാമായിരുന്നില്ലേ? ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പിൻവാങ്ങണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതില്ല, പാർട്ടിയിലെ ഏതെങ്കിലും ഉന്നത സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നില്ലേ? അതേപോലെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരിക്കും KCയിൽ നിന്നും ഭാവിയിൽ നേരിടേണ്ടി വരിക എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതിന് സതീശൻ കാണിച്ച കൗശലം മാത്രം പോരായിരുന്നു, വലിയ തോതിലുള്ള പണവും ഇറക്കേണ്ടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ VD സതീശന് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കാണാതിരുന്നുകൂടാ. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ, തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സകല പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഓടി നടന്ന് പരിഹരിച്ചത് KC വേണുഗോപാലായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണം മുഴുവൻ കേരളത്തിൽ കോടിക്കണക്കിന് രൂപ വേണം ഈ മെഷീനറി ചലിക്കണമെങ്കിൽ. അതിനുള്ള പണം കൊണ്ടുവന്നത് KC ആയിരുന്നു. അത് വാങ്ങി അനുഭവിച്ച MLA-മാരായവരാണ് കേരളത്തിലുള്ളത് എന്ന് ആര് മനസ്സിലാക്കണം? സതീശൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വെല്ലുവിളിയെ നിസ്സാരമായി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരിക കേരളീയരാവും. കാരണം നമ്മൾ വെറുതെ ഒരു മാറ്റത്തിന് വേണ്ടി മാറ്റം ആഗ്രഹിച്ചവരാണല്ലോ. ഒന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.